ഓംനി ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡോക്യുമെന്റ്സിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ വല്ല ഗ്രാമറോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ചേഞ്ചസ് എങ്ങനെ ട്രാക്ക് ചെയ്യാം, കമന്റ്സ് എങ്ങനെ കൊടുക്കാം, കൊടുത്ത കമന്റ്സ് എങ്ങനെ റിവ്യൂ ചെയ്യാം, ഡോക്യുമെന്റ്സ് തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നിവയെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മുടെ ഡോക്യുമെന്റിനകത്ത് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് റിവ്യൂ ടാബിലോട്ടാണ് പോകേണ്ടത്. റിവ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ പറഞ്ഞൊരു ഓപ്ഷൻ പ്രൂഫിംഗിന്റെ അണ്ടറിൽ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ഈസ് കംപ്ലീറ്റ്. അത് ഇതിനകത്ത് സ്പെല്ലിങ്ങും ഗ്രാമർ ചെക്കും ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. ഓക്കെ കൊടുക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ എറേഴ്സും അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ഓൾറെഡി ചെക്ക് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മിസ്റ്റേക്സ് വരുത്താം. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ആക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ വേർഡ്സ് റെഡ് ലൈനിൽ കാണണ്ടാവും. അപ്പൊ ഇതിനർത്ഥം ഇതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന വേർഡ്സ് ആണെന്ന്. അപ്പൊ ഇത് ഒന്നുകൂടി നമുക്ക് സ്പെല്ലിങ്ങിന് ഗ്രാമർ ചെക്കിന് കൊടുക്കാം. അപ്പൊ അത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും ഓരോ വേർഡ്സ് ആയിട്ട് അത് ചെക്ക് ചെയ്യണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ സെലിബ്രേറ്റ് പറഞ്ഞ വേർഡിൽ നമ്മൾ ബി ആണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ സജഷൻ തരുന്നുണ്ട്, ഈ വേർഡ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഈ വേർഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു വേർഡ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ല അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച് വെച്ചാൽ ഇഗ്നോർ വൺസ് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അതായത് ആ ഒരു വേർഡ് ഒറ്റ തവണ ഇഗ്നോർ ചെയ്യാൻ. ഇപ്പോൾ ഈ സെലിബ്രേറ്റ് പറഞ്ഞ വേർഡ് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ തവണ ഇഗ്നോർ ചെയ്യാനാണ് ഇഗ്നോർ വൺസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇഗ്നോർ ഓൾ ആണ്. അതായത് ഈ ഒരു വേർഡ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഇഗ്നോർ ചെയ്യാം. പിന്നെ വരുന്ന ഓപ്ഷൻ പറയുന്നത് ആഡ് ടു ഡിക്ഷണറി. നമ്മുടെ വേർഡിന്റെ ഡിക്ഷണറിയിലോട്ട് ഈ ഒരു വേർഡ് ആഡ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ നമുക്ക് വേണ്ട വേർഡ് പറയുന്നത് സെലിബ്രേറ്റ് ആണ്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് സെലിബ്രേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടോ സെലിബ്രേറ്റ് എന്തായി, കറക്റ്റ് വേർഡായി. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആ റെഡ് ലൈനും അത് റിമൂവ് ആയിട്ടുണ്ടാവും. പിന്നെ വരുന്ന ഓപ്ഷനാണ് വെഡ്ഡിങ്. വെഡ്ഡിങ്ങിൽ നമുക്ക് 3 സജഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഇതിൽ ഏതാണോ നമ്മൾ ഉദ്ദേശിച്ചത്, വീഡിങ് ആണോ വെഡ്ഡിങ് ആണോ അല്ലെങ്കിൽ വെയ്ഡിങ് ആണോ, ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് വെഡ്ഡിങ് എന്നാണ്. അപ്പോൾ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് പ്ലാനിങ് സെലക്ട് ചെയ്യാം. പിന്നെ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷൻ നമുക്ക് മാറ്റേണ്ട, ഇത് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇഗ്നോർ വൺസ് കൊടുത്താൽ മതി. ഇഗ്നോർ വൺസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് തന്നെ അതവിടെ കൊടുക്കും. പക്ഷെ നമുക്കത് മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. പിന്നെ ഇഗ്നോർ വൺസ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടി കൊടുത്തതാണ്. പിന്നെ വരുന്നത് അടുത്ത വേർഡ് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഗ്രേറ്റ് ആണോ എന്താണ് നമ്മളിവിടെ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഏതാണ് വേർഡ് വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഏത് വേർഡാണ് സെലക്ട് ചെയ്യാം. അപ്പോൾ റെഡ് ലൈനിലുള്ളതൊക്കെ നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഇനി വരുന്നത് ബ്ലൂ ലൈൻസ്. ബ്ലൂ ലൈൻസ് പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. നേരത്തെ റെഡ് ലൈൻ വന്നൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ബ്ലൂ ലൈൻ പറയുന്നതൊക്കെ ഗ്രാമർ മിസ്റ്റേക്കുമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഉദ്ദേശിക്കുന്നത് കോമയ്ക്ക് പകരം സെമി കോളൻ വരണമെന്നാണ്. അപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇഗ്നോർ വൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യും. പിന്നെ വരുന്ന മെസ്സേജാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ഈസ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡോക്യുമെന്റിനകത്ത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യുന്നത്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡിനകത്ത് എങ്ങനെ ഈ പ്രൂഫിങ്ങിന്റെ സെറ്റിംഗ്സ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റേജ് വ്യൂവിലാണ് പോകുന്നത്. ബാക്ക് സ്റ്റേജ് വ്യൂ പറയുന്നത് ഫയലിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ വരും. അതിനകത്ത് ഓപ്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രൂഫിംഗ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം വെൻ കറക്റ്റിംഗ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ വേർഡ് ചെക്ക് സ്പെല്ലിംഗ് ആസ് യു ടൈപ്പ്. അപ്പോൾ നമ്മൾ വേർഡിൽ ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നാണ് അവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ചെക്ക് സ്പെല്ലിംഗ് ആസ് യു ടൈപ്പ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ മാർക്ക് ഗ്രാമർ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും. പിന്നെ ഫ്രീക്വൻ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും. അതുപോലെ ചെക്ക് ഗ്രാമർ വിത്ത് സ്പെല്ലിംഗ്. അപ്പോൾ ഗ്രാമർ സ്പെല്ലിങ്ങോട് കൂടി ചെക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അത് ടിക്ക് ചെയ്തുകൊണ്ട് അതെല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതവിടെ സെറ്റിങ്സ് സേവ് ആവും. ഇനി
ഇപ്പോൾ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമറും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ബാക്ക് സ്റ്റേജ് വ്യൂവിൽ ഓപ്ഷൻസിനകത്ത് പ്രൂഫിംഗ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാം. ഹൈഡ് സ്പെല്ലിംഗ് എറേഴ്സ് ഇൻ ദിസ് ഡോക്യുമെന്റ് ഓൺലിയും ഹൈഡ് ഗ്രാമർ എറേഴ്സ് ഇൻ ദിസ് ഡോക്യുമെന്റ് ഓൺലി. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഡോക്യുമെന്റിൽ സ്പെല്ലിംഗ് എറേഴ്സും അതുപോലെ ഗ്രാമർ എറേഴ്സും ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ 2 ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് അവിടെ സേവ് ചെയ്യും. ഇനി നമ്മളവിടെ എന്ത് തെറ്റ് കൊടുത്താലും അതവിടെ കാണിക്കില്ല. അപ്പോൾ ഞാനിവിടെ സെലിബ്രേറ്റിൻ്റെ സ്പെല്ലിംഗ് ഞാൻ തെറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് കാണിക്കില്ല. കാരണം എന്താണ്, നമ്മളവിടെ സെറ്റിങ്സിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത ആ സെറ്റിങ്സ് ഈ ഒരു ഡോക്യുമെന്റിൽ മാത്രം ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പുതിയതായി ഓപ്പൺ ചെയ്യുന്ന വേറെ ഡോക്യുമെന്റ്സിലൊക്കെ അത് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാക്ക് ചേഞ്ചസ് ആണ്. അതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിവ്യൂ ടാബിനകത്ത് ട്രാക്ക് ചേഞ്ചസ് പറഞ്ഞ ഓപ്ഷന് ഓൺ ആക്കി വെക്കാം. അപ്പോൾ അതിൽ ട്രാക്ക് ചേഞ്ചസ് സെലക്ട് ചെയ്യാം. ഇനി നമ്മളിവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നോ അതൊക്കെ അവിടെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ സെലിബ്രേറ്റിൻ്റെ സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തിയ ഭാഗങ്ങളൊക്കെ റെഡ് കളറായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ സെലിബ്രേറ്റിൽ ഇപ്പോൾ എ ആഡ് ചെയ്തു, അപ്പോൾ അത് റെഡ് കളറായി. സർപ്രൈസിൽ ഡി ആഡ് ചെയ്തു, അപ്പോൾ റെഡ് കളറിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ റെഡ് കളറിലായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ നമ്മൾ ഡിസൈഡഡ്ലി ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണാം, എ ഫ്യൂ സെക്കൻഡ്സ് എഗോ ഡിലീറ്റഡ് ഈ പറഞ്ഞ ആ ഒരു ലെറ്റർ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നോ അതൊക്കെ ട്രാക്ക് ചെയ്യാനാണ് ഈ ട്രാക്ക് ചേഞ്ചസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്തു. ഇനി മൂന്നാമതൊരാൾ ഈ ഒരു ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആൾക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ചേഞ്ചസും അയാളുടെ ഇഷ്ടപ്രകാരം ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഓരോ ഈ ചേഞ്ചസ് ഒക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ആക്സെപ്റ്റ് പറഞ്ഞ ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഡിസൈഡഡ് പറഞ്ഞതിലാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ ചോദിക്കാം. നമുക്ക് ഡിസൈഡഡ്ലി ഈ വേണമല്ലോ. അപ്പോൾ ഡിലീറ്റ് ചെയ്തത് തെറ്റല്ലേ, അപ്പോൾ റിജക്റ്റിൽ കൊടുക്കാം. അപ്പോൾ ആ ഈ ഇവിടെ വന്നു. പിന്നെ വരുന്നത് സെലിബ്രേറ്റ് ആണ്. സെലിബ്രേറ്റിൽ എ വേണം, അതുകൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ആക്സെപ്റ്റ് ആൻഡ് മൂവ് നെക്സ്റ്റ്. ഇപ്പോൾ തന്നിരിക്കുന്ന ആ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്തയിലോട്ട് പോവാം. അത് ഓരോന്നായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ആക്സെപ്റ്റ് ദിസ് ചേഞ്ച്. അപ്പോൾ ഈ ഒരു ചേഞ്ച് മാത്രം ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ആക്സെപ്റ്റ് ഓൾ ചേഞ്ചസ്, ഇതിലുള്ള എല്ലാ ചേഞ്ചസിനും ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ആക്സെപ്റ്റ് ഓൾ ചേഞ്ചസ് ആൻഡ് സ്റ്റോപ്പ് ട്രാക്കിംഗ് ആണ്. എല്ലാ ചേഞ്ചസും ആക്സെപ്റ്റ് ചെയ്തിട്ട് ട്രാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ റിജക്റ്റ് എടുത്താലും ഇതേ ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ സെലിബ്രേറ്റിൽ വന്നിട്ട് ആ എ നമ്മൾ ആഡ് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ സർപ്രൈസിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. വിത്ത് പ്ലാനിങ് ഇൻ പറയുന്നത് റിജക്റ്റ് ചെയ്യാം. പിന്നെ ഈ അടുത്ത വേർഡ് റിജക്റ്റ് ചെയ്യണം, പിന്നെ റിജക്റ്റ് ചെയ്യണം, അതുപോലെ ഇതും. അപ്പം ഇനി ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ചസ് ഒന്നുമില്ല, ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ആക്സെപ്റ്റും റിജക്റ്റിലും വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഈ ഒരു ഡോക്യുമെന്റിനകത്ത് റിവ്യൂ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് കമൻസ് എല്ലാം ആഡ് ചെയ്യാം. അതായത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂന്നാമതൊരാൾ ഇത് റിവ്യൂ ചെയ്യുമ്പം ആ ഒരു കമൻസ് അവർക്ക് വായിച്ചിട്ട് അതിനനുസരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നോക്കാം. അപ്പോൾ അതങ്ങനെ കമൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പൊസിഷൻ ചെയ്യേണ്ടത്, ഇപ്പോൾ സെലിബ്രേറ്റിനോട് വെച്ചിട്ട് ഇവിടെ ന്യൂ കമൻറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് റിവ്യൂ ടാബിനകത്ത് വരുന്നത്. ന്യൂ കമൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വേർഡുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഇവിടെ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെറുതെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡു നോട്ട് ചേഞ്ച് ദ സ്പെല്ലിംഗ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സെലിബ്രേറ്റ് പറഞ്ഞ അവിടെ എന്താ കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് ചേഞ്ച് ദ സ്പെല്ലിംഗ് കൊണ്ട് കൊടുക്കുന്നത്. അതുപോലെ ആനിവേഴ്സറി, അപ്പോൾ അവിടെയും കമൻറ്റ് കൊടുക്കാം. നോ നീഡ് എന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതുപോലെ കമൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ കമൻറ്റ്സ് ആഡ് ചെയ്യുമ്പം ആരാണ് ഈ കമൻറ്റ് ആഡ് ചെയ്ത് ആ ആളുടെ ഐ ഡിയും ഇവിടെ വന്നിട്ടുണ്ടാവും.
അപ്പോൾ മൂന്നാമത്തെ ഒരാൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ കമൻറ്റ്സ് വായിച്ചിട്ട് അതിനനുസരിച്ച് ആൾക്ക് എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു കമൻറ്റ്സ് റിവ്യൂ ചെയ്യുന്ന മൂന്നാമത്തെ ഒരാൾക്ക് വേണമെങ്കിൽ ഈ ഒരു കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെലിബ്രേറ്റ് പറഞ്ഞൊരു കമൻറ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കമൻറ്റ്സിലോട്ടായിരിക്കും ഇത് മൂവ് ചെയ്യാം. അതുപോലെ പ്രീവിയസ് പറഞ്ഞ കമൻറ്റ്സിന് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് കമൻറ്റ്സിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നവ. ഇനി സപ്പോസ് ഒരു കമൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സിലുള്ള എല്ലാ കമൻറ്റ്സും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവർ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് മാത്രം ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ ഇപ്പോൾ ഡിലീറ്റ് ഓൾ കമൻറ്റ്സ് ഇൻ ഡോക്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കമൻറ്റ്സും ഡിലീറ്റ് ആവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പയർ ഓപ്ഷൻ ആണ്. അത് വന്നിട്ട് റിവ്യൂ ടാബിനകത്താണ് വരുന്നത്. അതിനകത്ത് കമ്പയർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം, ഒന്ന് കമ്പയറും പിന്നെ ഒന്ന് കമ്പൈനും. കമ്പയർ പറഞ്ഞാൽ രണ്ട് വേർഷനിലുള്ള ഡോക്യുമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പൈൻ പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ റിവ്യൂ ചെയ്ത ആ ഒരു ഡോക്യുമെൻറ്റ്സിന് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കമ്പയറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഇവിടെ ബ്രൗസ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ റിവൈസ്ഡ് ഡോക്യുമെൻറ്റും ഇതിന് എടുത്തിട്ട് ഓക്കെ കൊടുത്തതിനാൽ ആ ഡോക്യുമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നത് കമ്പൈൻ ഓപ്ഷനാണ്. അതിലും ഒറിജിനൽ ഡോക്യുമെൻറ്റും റിവൈസ്ഡ് ഡോക്യുമെൻറ്റും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തതിനാൽ ആ ഡോക്യുമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്യുമെൻ്റ് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാം, അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫയൽ ടാബിനകത്ത് പോയിട്ട് ഇൻഫോ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇൻസ്പെക്ട് ഡോക്യുമെൻ്റ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് വല്ല ഹിഡൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ചെക്ക് ചെയ്യുന്നത് ആക്സസബിലിറ്റി ആണ്. അതുപോലെ പിന്നെ കോമ്പാറ്റബിലിറ്റിയും ചെക്ക് ചെയ്തു, അത് നമ്മുടെ വേറൊരു വേർഷനകത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചെക്ക് കോമ്പാറ്റബിലിറ്റി യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇൻസ്പെക്ട് ഡോക്യുമെൻ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കമൻറ്റ്സ്, റിവിഷൻസ്, അതുപോലെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, അതൊക്കെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അത് നമുക്ക് വേണ്ടത് മാത്രം ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇൻസ്പെക്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം കമൻറ്റ്സ്, റിവിഷൻസ്, വേർഷൻസ് ഒന്നും കണ്ടില്ല. പക്ഷേ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷനിൽ ഡോക്യുമെൻറ്റിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ ഓതർ നെയിം ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് റിമൂവ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിമൂവ് ആയി പോകും. എന്നിട്ട് റീഇൻസ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. എന്നിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ വരുന്നത് പ്രൊട്ടക്ട് ഡോക്യുമെൻ്റ് ആണ്. അത് നമ്മുടെ ഡോക്യുമെൻറ്റിന് പ്രൊട്ടക്ട് ചെയ്യാം. നമുക്ക് പല രീതിയിലും ഡോക്യുമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാം. ഒന്ന് വന്നിട്ട് റീഡ് ഓൺലി മോഡിൽ ഓപ്പൺ ചെയ്യാം. അതായത് റീഡ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ, അതിനകത്ത് അപ്ഡേഷനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് വയ്ക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. പിന്നെ എഡിറ്റിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആർക്കൊക്കെ നമുക്ക് ആക്സസ് കൊടുക്കണം എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ കോപ്പി ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ അത് നമുക്കിവിടെ ആക്സസ് സെറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നത് മാർക്ക് ആസ് ഫൈനൽ. നമ്മൾ ചെയ്ത ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാർക്ക് ആസ് ഫൈനലുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരാൾ ആ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്കൊരു മെസ്സേജ് വരും, ഇത് ഫൈനൽ ഡോക്യുമെൻ്റ് ആണ്, ഇതിനകത്ത് എഡിറ്റിംഗ് വേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫൈനൽ എടുക്കാം. ദിസ് ഡോക്യുമെൻ്റ് വിൽ ബി മാർക്ക്ഡ് ആസ് ഫൈനൽ ആൻഡ് ദെൻ സേവ്ഡ്. അപ്പോൾ ഓക്കെ. ഇനി നമ്മൾ നോക്കുക, ഇത് നമ്മൾ വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ മെയിൽ മെർജ് പറഞ്ഞാണ് നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കാണുന്നുണ്ടാവും. ഇത് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. മേലെ കണ്ടോ, ആൻ ഓതർ ഹാസ് മാർക്ക് ദിസ് ഡോക്യുമെൻ്റ് ആസ് ഫൈനൽ ടു ഡിസ്കറേജ് എഡിറ്റിംഗ്. അപ്പോൾ ഓതർ വന്നിട്ട് ഈ ഡോക്യുമെൻറ്റിനെ ഫൈനലാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എഡിറ്റിംഗ് ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് എനിവേ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്.
അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ആണ്. നമ്മുടെ ഡോക്യുമെന്റിനകത്ത് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അതുപോലെ ഇതിന്റെ സെറ്റിംഗ്സ് നമുക്ക് പ്രൂഫ് റീഡിംഗ് പറഞ്ഞൊരു ടൂളിൽ പോയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പഠിച്ചത് ട്രാക്ക് ചേഞ്ചസ് ആണ്. നമ്മൾ ചേഞ്ച് വരുത്തുന്ന ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത് ഒരാൾ അത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് കമൻസ് ആണ്. അതായത് നമുക്ക് ഡോക്യുമെന്റിനകത്ത് നമ്മുടെ കമൻസ് ആഡ് ചെയ്യാൻ പറ്റും. അത് മൂന്നാമതൊരാൾക്ക് അത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ പഠിച്ചത് 2 ഫയൽസ് തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാമെന്നാണ്. പിന്നെ നമ്മൾ ലാസ്റ്റായി പഠിച്ചത് നമ്മുടെ ഡോക്യുമെന്റ് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാം, അതായത് അതിനകത്ത് വല്ല പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ്.